Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. പനിയുടെ ബാക്കി വരുന്ന സംഭവം ഉണ്ടല്ലോ അല്ലെ. പനിയായിരുന്നില്ല, കൂടുതൽ ചുമ ശരിക്കും മാറിയിട്ടില്ല. ഓക്കെ ആവാനായിട്ട് ചുമയായതുകൊണ്ട് പെട്ടെന്ന് മാറില്ല. പിന്നെ നമുക്ക് ചുമ നിർത്താൻ പറ്റിയൊരു ജോലിയല്ലല്ലോ അല്ലെ. റെസ്റ്റ് ഇല്ല. അങ്ങനത്തെ ഇത് നമ്മള് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി കുറച്ചു നേരം ഇരിക്കണം. പക്ഷെ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ എനിക്ക് ഇവിടെയും പറ്റില്ല. അത് അല്ലാതെ വേറെയും കുറെ ക്ലാസ്സസ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അതും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും മാറും. യെസ്, മാറട്ടെ. നമ്മൾ അതിനെ വിചാരിച്ചുകൊണ്ടിരുന്നാലില്ലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. സോ അതൊക്കെ ഒരു വഴി കൂടി നടന്നോളും. യെസ്, ഒരു വഴി കൂടി നമ്മള് ക്ലാസ്സുകൾ നടക്കും. അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് അങ്ങോട്ട് തീർക്കണ്ടേ. നിങ്ങളെ PG ഹോൾഡേഴ്സ് ആക്കി മാറ്റി ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ PG ഹോൾഡേഴ്സ് ആയി എത്രയും പെട്ടെന്ന് നല്ല നല്ല പൊസിഷനിൽ നിങ്ങൾ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നത് കാണാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വൈകിക്കാൻ പറ്റില്ല. അപ്പൊ എത്രയും പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് ജോലി കിട്ടണം. ആ ഒരു കാര്യങ്ങളും വിതിൻ ടൈം നമുക്ക് പോർഷൻസ് തീർക്കണം. ആ ഉള്ള കാര്യങ്ങളും അല്ലെ, നിങ്ങൾക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും ഒക്കെ. അപ്പൊ ഒരുപാട് പിള്ളേര് ഇന്നലെയും എനിക്ക് മെസ്സേജ് വന്നിരുന്നു, കുട്ടിക്ക് എന്താ പറയുക ഇന്റേൺഷിപ്പിനെ കിട്ടി, ജോലി കിട്ടി. ആദ്യം ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ട്, ഭയങ്കര ടെൻസ്ഡ് ആണ്, എങ്ങനെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്ത് കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും അത് കൂടാതെ നമുക്ക് ഒരു എന്താ പറയാ ഭയങ്കര ധൈര്യം ഒട്ടും കൈവിടിയരുത്. നമ്മുടെ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ കംഫർട്ടബിൾ ആകുന്ന ആ ലാംഗ്വേജിൽ നമ്മുടെ റിപ്ലൈസ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് പുള്ളിക്കാരിനെ വിട്ട്. ഇന്നലെ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആൾക്ക് ജോലി കിട്ടി. പേടിയാണ്, ഇങ്ങനെയാണ്, എന്തൊക്കെ ചോദ്യം ചോദിക്കും, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അല്ലെ. ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്റർവ്യൂ പാനലിന് ചോദിക്കുന്ന അവര് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ പിന്നെ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവരുടെ മൂഡ് അനുസരിച്ച് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ആക്കണം എത്രയും പെട്ടെന്ന്. അതുകൊണ്ടാണ് 2 ദിവസം റെസ്റ്റ് എടുത്തു. പക്ഷെ അധികം ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റില്ലാത്തത് കൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഓക്കെ, സോ നിങ്ങൾക്കൊക്കെ സുഖാണോ? അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വെയില് ചൂടൊക്കെ ഭയങ്കര ചൂടുമാണല്ലോ. അപ്പൊ നമ്മൾ ചൂട് കാരണം നമ്മളുടേതായ കെയർലെസ് ആയിട്ടുള്ള ചില ജീവിത ശൈലികളൊക്കെ ആയതുകൊണ്ടാവും അങ്ങനെ പെട്ടെന്ന് നമുക്ക് രോഗങ്ങളൊക്കെ ഇങ്ങനെ കയറി പിടിക്കാം. ഓക്കെ, എനിവേസ് നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മളുടെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഏകദേശം എവിടെ വരെ എടുത്തൊന്നുമില്ല, അറിയോ? അടുത്തത് എവിടെ വരെയാവുമെന്ന് നോക്കിയേ, വേഗം പറയൂ. പ്രോബ്ലം ലിസ്റ്റ്, വെരി ഗുഡ്. അതെ, അവിടെ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങിയാണ് എടുക്കണ്ടേ. വായിച്ചൊക്കെ നോക്കിയോ? അതായത് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നീട് അത് പ്രോസസ് ചെയ്താണ് എന്താകുക, ഇൻഫോർമേഷൻസ് ആകുക. നമ്മൾ പറഞ്ഞു അല്ലെ, ഡാറ്റാസ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രോസസ്ഡ് ഫോം ആണ് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമേഷൻസ് ആക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫ്യൂച്ചർ പർപ്പസ് അല്ലെ. നമുക്ക് കുറച്ച് പിന്നീടുള്ള റിസർച്ചസിനും പിന്നീടുള്ള സ്റ്റഡീസിനും ഒക്കെ വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ പല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ഡാറ്റാസ് അല്ലെ. അതാണ് ഇൻഫോർമേഷൻസ് ആയിട്ട് പിന്നീട് വരുന്നവർക്ക് പിന്നീടുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ലീഗൽ പർപ്പസിന് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസ് നമ്മളിങ്ങനെ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളാണ് HMIS എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനിയുള്ളതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിൾ കാര്യങ്ങളാണ് ഇനിയുള്ളതിലൊക്കെ പറഞ്ഞേക്കണം. അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഇൻഫോർമേഷൻസ്, അതായത് നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡുകളിൽ ഉണ്ടാകേണ്ട കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറെ ലിസ്റ്റുകളാണ്.
കുറെ ലിസ്റ്റുകളുണ്ട് അതിനകത്ത്, 1-2 ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറെ ലിസ്റ്റുകളാണ്. അത് പേഷ്യന്റിന്റെ റെക്കോർഡ് കണ്ടന്റുകൾ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് വരുന്നത്, അതിന്റെ കണ്ടന്റ്സ് ഉള്ളടക്കം, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-2 പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ അല്ലെ. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ പോയിന്റ് ഓർ അഡ്മിഷൻ പോയിന്റ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്നു, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് അഡ്മിഷൻ, അതായത് അഡ്മിറ്റ് ചെയ്യേണ്ട പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു പോയിന്റ് ഓഫ് പ്ലേസിൽ നമ്മളുടെ കുറെ ഇൻഫോർമേഷൻസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നത്. മേ ബി അവർ നെയിം, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്, നമ്മളുടെ ടെലിഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പോളിസി ഹോൾഡർ ഒക്കെ ആണെങ്കിൽ പോളിസി എന്താ പറയാ നമ്പറൊക്കെ, പോളിസിയുടെ നമ്പർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ ഇതൊക്കെ പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന്, അതായത് മാനേജ്മെന്റ് പർപ്പസിന്, ഹോസ്പിറ്റലിന്റെ ആ പേഷ്യന്റുമായിട്ടുള്ള ഡീലിംഗ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെയൊക്കെ ഒരു ക്വിക്ക് വ്യൂ ആണ് അല്ലെ. ഒരു പെട്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ആ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉണ്ടാവുക. ഒരു പ്രോബ്ലം ലിസ്റ്റ്, നെക്സ്റ്റ് കണ്ടന്റ് ആണ് പ്രോബ്ലം ലിസ്റ്റ്. വാട്ട് എവർ പ്രോബ്ലംസ് ദ പേഷ്യന്റ് ഹാഡ്, പേഷ്യന്റിന് ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് പ്രശ്നവുമായിട്ടാണ് നമ്മളുടെ ജീവിത പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമായിട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവർ രോഗങ്ങളാണ്, ഇൽനെസ് ആണ് അല്ലെ. നമുക്ക് എന്ത് ഇൽനെസ് ആണുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ലിസ്റ്റ്, അതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്ന ഒരു സിംഗിൾ എപ്പിസോഡിൽ ചെല്ലുന്ന കാര്യങ്ങൾ മാത്രമല്ല. നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി അന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു പോകുന്നു, അല്ലെങ്കിൽ 2 ദിവസം അഡ്മിറ്റ് ചെയ്തു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വേറെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും അസുഖമായിട്ട് അഗെയിൻ വി മേ വിസിറ്റ് ദ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിൽ വീണ്ടും പോകാം. അങ്ങനെയുള്ള ആ ഫുൾ ആ ഒരു എന്താ പറയാ അറ്റൻഡിങ്, എന്തൊക്കെ അറ്റൻഷൻ ആണോ ആ ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന, all that things will be involved in that patient's care. അതൊക്കെ എന്തുണ്ടാവും, ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ആ പേഷ്യന്റിന് വേണ്ടി ചെയ്തു കൊടുത്തു, ഇതെല്ലാം അടങ്ങുന്ന കുറെ ലിസ്റ്റുകൾ അതൊക്കെ അവിടെ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പ്രോബ്ലം ലിസ്റ്റ് എന്ന് വിളിക്കാം. തേർഡ് വൺ, ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്, റൈറ്റ്? ഇവിടെ നിന്നല്ലേ മെഡിക്കേഷൻ റെക്കോർഡാണ്. എന്തായിരിക്കും മെഡിക്കേഷൻ റെക്കോർഡ്? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, നമുക്ക് ആ മെയിൻ പേര് പറഞ്ഞിരിക്കുന്ന പോലെ മെഡിക്കേഷൻ എന്താ പറയാ റെക്കോർഡ് എന്നോ അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നോ നമുക്കതിനെ പേര് വിളിക്കാം കേട്ടോ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ MAR എന്ന് അബ്രീവിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്തായിരിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുക? It may be the medicines prescribed by the doctors or the physicians or the healthcare providers to the patient. പേഷ്യന്റിന് കൊടുത്തിരിക്കുന്ന മിക്കവാറും മരുന്നുകളുടെ ലിസ്റ്റ് ആണ് എന്തിലുണ്ടാവുക, മെഡിക്കേഷൻ റെക്കോർഡിൽ ഉണ്ടാകുക. എന്തൊക്കെ മരുന്ന് കൊടുത്തു, എന്തൊക്കെ മരുന്ന് പ്രിസ്ക്രിപ്ഷനകത്ത് ഉണ്ടായിരുന്നു, അതിന്റെയൊക്കെ കാര്യങ്ങൾ, അതാണ് മെഡിക്കേഷൻ റെക്കോർഡ്. അപ്പൊ അതിനകത്ത് ഈ മരുന്ന് കൊടുത്തത് മാത്രമല്ല, സം ഫിസിഷ്യൻസ്, ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് മരുന്ന് കുറിക്കും അല്ലെ. പക്ഷെ ചില ആളുകൾക്കില്ലേ ചില മരുന്നുകൾ അലർജിക്ക് ഉണ്ടാവും, അലർജി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കാണാൻ ചെല്ലുമ്പോഴേ തന്നെ അത് അങ്ങോട്ട് പറഞ്ഞേക്കാം. ബിക്കോസ് ദേ ക്യാൻ പ്രിസ്ക്രൈബ് ദാറ്റ്. അത് ഒരു മൂലയ്ക്ക്, ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിന്റെ മൂലയ്ക്ക് അവിടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻ അത് എന്ത് ചെയ്യും, അത് അവിടെ നോട്ട് ചെയ്ത് വെക്കും. കാരണം അത് പിന്നീട് എപ്പോഴെപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ഈ പറയാതിരിക്കാൻ വേണ്ടിയാണ്. പറയാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളവിടെ അതവിടെ റെഡിലൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് അലർജിക്ക് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് ഹോസ്പിറ്റൽസിൽ എന്തിനു വേണ്ടി പോയാലും ചിലപ്പോൾ അങ്ങനെ ഒരു മരുന്നിന്റെ കണ്ടന്റ് ഉള്ളത് നമുക്ക് തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്കറിയില്ലല്ലോ, കാരണം വി ആർ നോട്ട് ഡോക്ടേഴ്സ്. നമ്മൾ ഡോക്ടേഴ്സ് അല്ല. ചിലപ്പോഴൊക്കെ അഭിനയിക്കും നമ്മൾ ഡോക്ടറായിട്ട് സ്വന്തമായിട്ടൊക്കെ ചികിത്സിച്ച്, അതല്ല. എന്നാലും ചില കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില അസുഖങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു മരുന്ന് അലർജിക്ക് ആണെങ്കിൽ നമ്മളത് ആദ്യമേ തന്നെ പറയും. അപ്പൊ അതൊരു മൂലത്തിൽ ഡോക്ടേഴ്സ് അത് റെഡിലൊക്കെ മാർക്ക് ചെയ്ത് വെക്കും, വേഗം നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദീസ് അലർജിക് മെഡിക്കേഷൻസ് ഓൾസോ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ എന്തുണ്ടായിരിക്കും, പേഷ്യൻസിന് ഏതെങ്കിലും മരുന്നിന് മെഡിസിൻസിന് അലർജി ഉണ്ടെങ്കിൽ അതും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഈ നഴ്സിംഗ് പേഴ്സണൽ ഈ പറയുന്ന മരുന്നുകളൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് കുറിച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ആളുകൾ ആ പറയുന്ന അവരുടെ
എന്താ പറയാ അവർക്കൊക്കെ നോക്കാൻ കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ നോക്കിയിട്ടാണ് അവർ മറ്റു പല ഡോക്യുമെന്റുകളൊക്കെ നഴ്സസ് ഒക്കെ തയ്യാറാക്കുക. അപ്പൊ മെഡിക്കേഷൻ ഇൻഫോർമേഷൻ വൈൽ ദേ ആർ പ്രിപ്പയറിംഗ് ദേ ഓൾസോ മേക്ക് സം അക്യൂട്ട് കെയർ അല്ലെങ്കിൽ അക്യൂട്ട് കെയർ സെറ്റിംഗ്സ്, അതായത് വളരെ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ പരിശോധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ അതുകൂടി നോക്കിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്യുക. അതർവൈസ് കാരണം എന്താ, ഇവരായിരിക്കും അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആകുക. കാരണം ഇവര് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു ദ ഫിസിഷ്യൻസ് റിട്ടൺ ഓർ വെർബൽ ഓർഡേഴ്സ്. അതായത് ഫിസിഷ്യൻസ് എഴുതി കൊടുത്തതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓറലി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നത് ചെയ്യണം കേട്ടോ എന്ന് കേട്ടോ. അപ്പൊ ചിലപ്പോൾ അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ വെർബലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെയർ കൊടുക്കുന്നത് നഴ്സിംഗ് പേഴ്സണൽസ് ആണ്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിങ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് പേഴ്സണൽസ്, നഴ്സിംഗിന്റെ ജോലി ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിന് അതിൻ്റെതായ എന്തുണ്ട് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഓൾ ദ മെഡിസിൻസ് പ്രിസ്ക്രൈബ്ഡ് ടു ദ പേഷ്യന്റിന് കൊടുക്കുന്ന മരുന്നുകൾ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ്. മറ്റൊരു കാര്യം, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ്, അത് ചിലപ്പോഴൊക്കെ ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകൾക്കും പല മെഡിസിൻസിനും അലർജി ഉണ്ടെന്നല്ല ഉള്ളവർക്ക് അല്ലെ. എനി മെഡിക്കേഷൻസ് വിച്ച് ഹാവ് അലർജീസ് ടു ദ പേഷ്യൻസിന് അലർജി ഉണ്ടാക്കുന്ന മെഡിക്കേഷൻസിന്റെ ലിസ്റ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആകാറുണ്ട്. ഇനി ആരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ നഴ്സിംഗ് പേഴ്സണൽ ആണ്. ആ ഒരു സാധനം കൂടി അണ്ടർലൈൻ ചെയ്യണം. കാരണം ഈ ഓരോ കാര്യത്തിന്റെയും ഈ ഓരോന്നിന്റെയും റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണെന്ന് അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് നമുക്കറിയാം, പ്രോബ്ലം ആരാണ് കൈകാര്യം ചെയ്യാതിരിക്കും, ഫിസിഷ്യൻ ആണ്. കാരണം രോഗം എന്താണെന്ന് അവർക്ക് കൊടുക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവരാണ് ഇന്ന രോഗമാണ് എന്ന് എന്ത് ചെയ്യുന്നത് അവിടെ എഴുതി വെക്കുക അല്ലെ, ഇന്നാൾക്ക് ഇന്ന അസുഖമാണ്. കാരണം ഡോക്ടേഴ്സ് ആണ് അത് ഒഫീഷ്യലി എഴുതുക. നമ്മളൊരു രോഗം പറയും, രോഗത്തിന്റെ ലക്ഷണങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യും ഡോക്ടർ, ഇത് കുട്ടിക്ക് ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്നതാണ്, അങ്ങനെയൊക്കെ അവര് കൺക്ലൂഡ് ചെയ്യും. അപ്പൊ അത് അവരാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ മെഡിക്കേഷൻ റെക്കോർഡ്സ് തയ്യാറാക്കുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു മേക്ക് ദ ഡോക്യുമെന്റേഷൻസ്. പല ഡോക്യുമെന്റുകളും നഴ്സിംഗ് പേഴ്സണൽ തയ്യാറാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോ ഫിസിഷ്യൻസ് എന്താണോ അവര് റിട്ടൺ ആയിട്ടോ വെർബൽ ആയിട്ടോ തന്നിരിക്കുന്ന ആ ഒരു ഓർഡേഴ്സ്, സോ ദേ ഹാവ് ടു മേക്ക് ഡോക്യുമെന്റേഷൻസ് അക്കോർഡിംഗ് ടു ദാറ്റ്. അതനുസരിച്ചിട്ടാണ് അവര് ഡോക്യുമെന്റേഷൻസ് തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയോ? മെഡിക്കേഷൻ റെക്കോർഡ് മനസ്സിലായോ? ഇതൊക്കെ സിമ്പിൾ ആണ്. ആ സെന്റൻസ് തന്നെ വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾ വായിച്ചാലും എനിക്ക് വായിച്ചാലും മനസ്സിലാകും. നിങ്ങളത് വായിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം, MAR വരെ. ഓക്കെ, അതിനകത്ത് അത് കഴിഞ്ഞ് വരുന്ന സെന്റൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ സെന്റൻസ് ഈ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ദിസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ റെക്കോർഡ് ലിസ്റ്റ് മെഡിസിൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ആൻഡ് സബ്സിക്വന്റ്ലി അഡ്മിനിസ്റ്റേർഡ് ടു ദ പേഷ്യൻസ്. ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഇത് ഓൾസോ മൂന്നാമത്തെ സെന്റൻസ് ഇത് ഓൾസോ ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് പിന്നെയും ഉൾപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് എനി മെഡിക്കേഷൻ അലർജീസ് ദ പേഷ്യന്റ് മേ ഹാവ്. പേഷ്യന്റിന് ഉണ്ടാകുന്ന അലർജീസിന്റെ മെഡിക്കേഷൻ റെക്കോർഡും ഇതിനകത്തുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. ഇനി അതിനകത്ത് വരുന്ന മറ്റേ സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഇതിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. മെഡിക്കേഷൻ റെക്കോർഡിലെ ഏകദേശം എല്ലാ സെന്റൻസുകളും സിമ്പിളും ആണല്ലേ പഠിക്കാനായിട്ട്. അത് മനസ്സിലായല്ലോ അല്ലെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. അടുത്തത് അടുത്തതിലേക്ക് പോകാം. നമ്മുടെ ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ട്. സോ ഇത് തന്നെയല്ല, ഇത് ഇച്ചിരി എളുപ്പമുള്ള ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോണേ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നേരം പറയണോട്ടാ. ഓക്കെ, സെക്കൻഡ് വൺ ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ് അല്ല ഫിസിക്കൽ എന്നാണ്. ഒരു CAL ആക്ക് S മാറ്റി. ഓക്കെ, ഫിസിക്സ് അല്ല കേട്ടോ, ഫിസിക്കൽ എന്നാണ്. ഓക്കെ, ഇതിനകത്ത് എന്തായിരിക്കും ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അതായത് ഒന്ന് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നമ്മൾ പഠിച്ച സോഷ്യലിനകത്ത് പഠിച്ച ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, പൊളിറ്റിക്സ് അങ്ങനെയൊക്കെയുള്ളതാണോ? അല്ല, ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ആണ്. പേഷ്യന്റിന്റെ ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ പേഷ്യന്റിന് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇൽനെസ് പ്രീവിയസ്ലി ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കണക്ട് ചെയ്തുള്ള വേറെ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാവും. അപ്പൊ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കും ഇങ്ങനത്തെ ഇന്ന
അസുഖം വന്നിട്ടുണ്ടോ, ഇന്ന കാര്യം വന്നിട്ടുണ്ടോ, അല്ലെ? അവർ നമ്മൾ പാസ്റ്റിലുണ്ടാകുന്നതാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കുക. അപ്പൊ ഹിസ്റ്ററി ഓർത്ത് പ്രസന്റിലുള്ളതല്ല, ഇപ്പോഴത്തെ രോഗമല്ല, പാസ്റ്റ്. നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ അങ്ങനെ ചിലപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നെഞ്ചുവേദനയൊക്കെ ഭയങ്കരമായിട്ട് വരിക, ബ്ലോക്ക് വരിക. അപ്പൊ ഇതിനു മുമ്പ് നെഞ്ചുവേദന വന്നിട്ടുണ്ടോ, അല്ലെ? ചോദിക്കുമല്ലോ. സോ ഒബിയസ്ലി നമുക്കറിയാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡോക്ടേഴ്സ് ചോദിക്കും. അപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ചില ഇൽനെസ് മേജർ ആയിട്ട് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ദ സർജറീസ് ദ പേഷ്യന്റ് മേ ഹാവ് ഓർ ഹാഡ്, അല്ലെ? ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായതോ അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസോ സർജറീസോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാത്രമല്ല സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ അത്തരം രോഗങ്ങൾ ഡിസീസസ് ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹാബിറ്റ്സ്, നമ്മളുടെ ചില ശീലങ്ങൾ, പിന്നെ മാത്രമല്ല നമ്മളിപ്പോ എടുക്കുന്ന മെഡിക്കേഷൻസ്, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, അതും ഡോക്ടേഴ്സ് ചോദിക്കുന്നതാണ്. എന്തിനൊക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇപ്പൊ തൈറോയിഡിന് കഴിക്കുന്നുണ്ട്, ഷുഗറിന് കഴിക്കുന്നുണ്ട്, പ്രഷറിന് കഴിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ആ ഒരു ഡോക്ടേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യാം, അറിയിക്കുക. അതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ്. പേഷ്യന്റിന്റെ ഇങ്ങനെയുള്ള പഴയകാല ചില കാര്യങ്ങൾ, രോഗവുമായി ബന്ധപ്പെട്ട രോഗികളുടെ ചില കാര്യങ്ങൾ, ഇൻഫർമേഷൻസ്, അതിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കുക. സോ ഇറ്റ് വിൽ ബി കളക്റ്റഡ് ഫ്രം ദ പേഷ്യൻസ് ഓർ ദോസ് ഹു ആർ ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഷ്യന്റ്. ആ പേഷ്യന്റിനോടോ അല്ലെങ്കിൽ പേഷ്യന്റിന് വേണ്ടി സംസാരിക്കുന്ന ചിലപ്പോൾ ആളുണ്ടാവുമല്ലോ കൂടെയുള്ളവര്. ചിലപ്പോ പേഷ്യന്റിന് ചിലപ്പോ പറയാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരു കണ്ടീഷനിലുള്ള പേഷ്യന്റിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കറിയാം അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് നമ്മൾ തേടുന്നത് കൊണ്ടുവരുന്ന ആളോടാ, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി ഡോക്യുമെന്റഡ് ബൈ ദ ഫിസിഷ്യൻ. ഇതെല്ലാം ഫിസിഷ്യൻ എന്ത് ചെയ്യും? ആരാണോ ആ രോഗിനെ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ അവരായിരിക്കും അത് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി ചിലപ്പോൾ വേറെ സെഷൻസിലേക്കൊക്കെ മാറ്റി പേഷ്യന്റിനെ വിടുമ്പോൾ അവിടെ എവിടെയാണോ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓൾ ദാറ്റ് സ്റ്റേജസ്, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഓരോ ഡീറ്റെയിൽസും ഡോക്യുമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് അത് ആദ്യം തന്നെ ചെയ്യും. ചിലപ്പോ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഡോക്യുമെന്റഡ്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻ വിൽ ഡോക്യുമെന്റ് സച്ച് ഓൾ തിങ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇനി അതേ സമയം തന്നെ ഒരു ഫിസിക്കൽ സെക്ഷൻ, ഈ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഫിസിക്കൽ സെക്ഷൻ, വാട്ട് ആർ തിങ്സ് ദ ഫിസിഷ്യൻ ഹാസ് ഫൗണ്ട്, ഈ രോഗിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി, ഇനി എന്തൊക്കെ എക്സാമിനേഷൻസ് നടത്തി, അല്ലെ? ഫിസിക്കലായിട്ട് എന്താ പറയാ ശരീരത്തെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും, ചില പരിശോധന കിടത്തിയോ നിർത്തിയോ നടത്തിയോ അങ്ങനെയെങ്കിലൊക്കെ ചില പരിശോധനകൾ നടത്തി അതിൽ നിന്ന് കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് ആണ്. അത് ആണ് ഈ ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫിസിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു എപ്പിസോഡ്, ആ കെയറിങ്ങിന്റെ ആ ഒരു പെർട്ടിക്കുലർ കെയറിലുള്ള എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ഡയഗ്നോസിസ് ചെയ്തു, എന്ത് എക്സാമിൻസ് നടത്തി, എന്ത് ഫൈൻഡിങ്സ് നടത്തി എന്നുള്ളതും ആൻഡ് ഓൾസോ ഡയഗ്നോസിസും അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് പരിശോധന നടത്തണം, എന്ത് കെയർ കൊടുക്കണം, എന്ത് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം, ഓൾ ദീസ് തിങ്സ് ആർ ബേസ്ഡ് ഓൺ ദിസ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ്, അല്ലെ? ഫിസിക്കൽ അല്ലെ? ഇത്തരം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇയാളുടെ ഹിസ്റ്ററി മനസ്സിലാക്കി ഇനി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് ആ പേഷ്യന്റ് നമ്മൾ കെയർ കൊടുക്കണ്ടേ, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ കളക്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓർക്കുക, ഹിസ്റ്ററിയും ഫിസിക്കലും ഒക്കെ കളക്ട് ചെയ്യുന്നത് ടു പ്രൊവൈഡ് ബെറ്റർ കെയർ ടു ദാറ്റ് പേഷ്യന്റ്. ആ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ എന്താ ഹിസ്റ്ററി നോക്കുന്നതിന്റെ കാര്യം എന്താ? ചില രോഗങ്ങൾ, അല്ലെ? ചില ഇൽനസ് ആർ ബേസ്ഡ് ഓൺ ഫാമിലി ഹിസ്റ്ററി, അല്ലെ? ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ ഹിസ്റ്ററിക്കൽ ആയിട്ട്, അതായത് നമ്മൾക്ക് ഇൻഹെറിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു. ഇപ്പൊ അച്ഛനുണ്ടോ ആ രോഗം, അല്ലെ? അമ്മയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഷുഗർ ഒക്കെ വന്നിട്ട് ചെല്ലുമ്പോഴേ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാറില്ലേ നമ്മളോട്? അതൊക്കെ തന്നെ. അപ്പൊ ഇതെല്ലാം അതന്നെ പാരമ്പര്യമായിട്ട് യെസ് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്ന ചില രോഗങ്ങൾ. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ചിലപ്പോ അറിയാതെ അങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ ഇല്ലാതെയും ചിലപ്പോ നമുക്ക് ആദ്യമായിട്ട് വരാനും ഉണ്ട്. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഓൺ ദാറ്റ് ബേസിസ് അങ്ങനെ അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം അത് ഡോക്യുമെന്റ് ചെയ്ത് അതൊക്കെ എഴുതി കുറിച്ച് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിന് ഇതിന്റെ അവരുടെ ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അക്കോർഡിംഗ് ടു ദ ഇമ്പോർട്ടന്റ് 5
ഫൈൻഡിങ്സ്, അവർ കണ്ടെത്തിയ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഈ ഹിസ്റ്ററി ആയിട്ടുള്ളതും അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യന്റിന്റെ എടുക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് വൺ ടൈം, ഇതൊരു വൺ ടൈം ആക്ടിവിറ്റി ആണ്. തുടക്കമാണല്ലോ വാങ്ങിക്കണേ. പേഷ്യന്റിനെ അത് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇതേ കാര്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വൺ ടൈം പ്രൊസീജിയർ ആണ് ഇതെല്ലാം. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, അത് ചിലപ്പോൾ പിന്നീടും നടത്തും. പക്ഷെ ഹിസ്റ്ററി ഒക്കെ തെരഞ്ഞെടുക്കുന്നത് അത് വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് വൺ ടൈം ഒരു എപ്പിസോഡിൽ എടുക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഡോക്യുമെന്റേഷൻസ് നമ്മൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു, റീ അസസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റിസൾട്ട് ഓഫ് റീ അസസ്മെന്റ് അത് എന്തിനു വേണ്ടിയിട്ടാ, അതും നോക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് പ്രോഗ്രസ് നോട്ടുകളായിട്ട് മാറ്റുന്നു. പ്രോഗ്രസ് നോട്ടുകളായിട്ട് എന്ന് വെച്ചാൽ വന്നപ്പോഴാണ് നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു, പരിശോധനയൊക്കെ നടത്തി, ശരീരമൊക്കെ പരിശോധിച്ചു, ചിലപ്പോൾ ശരീരത്തിന്റെ ഇന്റേണൽ അവയവങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും, അതൊക്കെ നടത്തി, ചിലപ്പോൾ ചില ടെസ്റ്റ്, അപ്പൊ അവരിങ്ങനെ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി. അതനുസരിച്ച് എന്താണ് രോഗത്തിനുള്ള ചികിത്സ ആരംഭിച്ചു. മരുന്നുകളുടെ രൂപത്തില്, അങ്ങനെ ഇഞ്ചക്ഷൻസിന്റെ രൂപത്തില്, അല്ലെങ്കിൽ അഡ്മിഷന്റെ രൂപത്തിലൊക്കെ അങ്ങനെ ചികിത്സ ആരംഭിച്ചു. ആൻഡ് അതിന് ശേഷം ഓഫൺ ആയിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് റീ അസസ്മെന്റ്, ഈ ഒരു രോഗിയിൽ കൊടുക്കുന്ന മരുന്നുകളുടെയൊക്കെ പ്രതിഫലനം അല്ലെ, റിസൾട്ട് വേണ്ടി ഒരു ഔട്ട്കം, അതിന് വേണ്ടിയിട്ട് റീ അസസ്മെന്റുകളൊക്കെ നടത്തും. ആൻഡ് ആ റീ അസസ്മെന്റുകളുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അതും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു പോകും. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന്. അല്ലെ, നമ്മള് ഡിപ്ലോമയിലും പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സിൽ അല്ലെ, പ്രോഗ്രസ് നോട്ട്സ് പഠിച്ചിട്ടില്ലേ? അപ്പൊ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ ഹിസ്റ്ററി പേഷ്യൻസിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ്. അത് അവരുടെ ഫാമിലി ഹിസ്റ്ററി, ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്കുണ്ടാകുന്ന ചില ഡിസീസസ്, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹാബിറ്റ്, ഇപ്പോഴുള്ള മരുന്നുകളുടെ കാര്യങ്ങൾ അറിയാനും, അവരുടെ എന്താ പറയാ മേജർ ആയിട്ടുള്ള ചില ഇൽനസ് അല്ലെങ്കിൽ സർജറീസ് ഒക്കെ ഉണ്ടായത്, അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് എടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ പേഷ്യന്റ് നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദ പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ ആരെങ്കിലും ആയിരിക്കാം, someone acting for that patient, പേഷ്യന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആക്ട് ചെയ്യുന്ന മറ്റൊരാളിൽ നിന്നായിരിക്കും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇത് ഫിസിഷ്യനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. ഒരാളിൽ മാത്രമല്ല, ഡോക്ടേഴ്സ് മാത്രമല്ല, അതിനുശേഷം പിന്നീട് റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിസിക്കൽ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ നടത്തി ഇതിന്റെ നോട്ടൊക്കെ കുറിക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിരിക്കും. അപ്പൊ എവിടെയാണോ അത് അവിടെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നു. അതെല്ലാം അതിന്റെ ആ ഒരു റിസൾട്ട് ഫൈൻഡിങ്സിൽ നിന്നാണ് ഫിസിഷ്യൻസ് ഹാവ് ടു സ്റ്റാർട്ട് ദെയർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അവരുടെ പരിശോധനയും മറ്റ് ട്രീറ്റ്മെന്റുകളും ഒക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ക്ലിയർ ആയോ ഈ ഒരു ഭാഗം? യെസ്, എന്നൊന്ന് അണ്ടർലൈൻ ചെയ്യാം. First sentence underline ചെയ്യാട്ടോ. The history component of the report describes any major illness and surgeries the patient has had. ഇപ്പോൾ ഉള്ളത്, നേരത്തെ ഉണ്ടായിരുന്നത് ഒക്കെ, any significant family history of disease, patient health habits and current medications. ആ സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് the history and physical together document. The history and physical together document the initial assessment of the patient. തുടക്കം തന്നെ എടുക്കുന്ന പേഷ്യൻസിനെ കുറിച്ചുള്ള അസസ്മെന്റിന്റെ ഒരു അവലോകനമാണ് ഈ എന്താ പറയാ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ആ ഡോക്യുമെന്റുകൾ കാണിക്കുന്നത്. ഫോർ ദ പർട്ടിക്കുലർ കെയർ എപ്പിസോഡ് ആൻഡ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ്. അത് നമുക്കൊരു ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾക്ക് തുടർന്നുള്ള പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റുകളായിട്ട് അതെന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ്. ഹിസ്റ്ററി തുടങ്ങി സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്തോ? യെസ്. അടുത്തത് ഓൾദോ ഒബ്റ്റൈനിങ് ദ ഇനീഷ്യൽ ഹിസ്റ്ററി. തുടക്കം തന്നെ ഹിസ്റ്ററിയും ഫിസിക്കലും ഒക്കെ ആ ഒരു രോഗിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂഡ് റീ അസസ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ, തുടരെയുള്ള റീ അസസ്മെന്റ്, വീണ്ടും ആ രോഗിയെ പരിശോധിക്കുകയും അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യേണ്ടതാണെന്നൊക്കെ ഡോക്യുമെന്റേഷൻ, അതൊക്കെ എന്നിട്ട് മനസ്സിലാക്കി ഡോക്യുമെന്റ് ചെയ്യുന്നു. കെയർ ഓഫ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് ക്രിട്ടിക്കൽ.
അവിടെ വരെ. പിന്നെ അടുത്തതും റിസൾട്ട് ഓഫ് റീ അസസ്മെന്റ് ആർ ജനറലി റെക്കോർഡഡ് ഇൻ. റീ അസസ്മെന്റിന്റെ റിസൾട്ടുകളെല്ലാം എവിടെ റെക്കോർഡ് ചെയ്യും? പ്രോഗ്രസ് നോട്ട്സിൽ റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ആ സെന്റൻസ് വരെ അണ്ടർലൈൻ ചെയ്യണം. എത്ര സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു നമ്മൾ ഈ ഒരു പാരഗ്രാഫില്? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കലിൽ എത്ര സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു എന്ന് പറഞ്ഞ എല്ലാവർക്കും അത് കിട്ടിയോന്ന് അറിയാനാണ്. 4 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. യെസ്, 4 സെന്റൻസ് ആണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. എല്ലാവർക്കും അത് 4 തന്നെ അണ്ടർലൈൻ ചെയ്തോന്നൊന്ന് നോക്കുക. സോ അപ്പൊ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. അടുത്ത കണ്ടന്റ് ആണ് നമ്മളുടെ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകളിൽ വരുന്ന മറ്റൊരു കണ്ടന്റ് ആണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ തൊട്ട് മുകളിൽ പ്രോഗ്രസ് നോട്ട്സിനെ കുറിച്ച് ഒരു ചെറിയൊരു സെന്റൻസ് പറഞ്ഞിരുന്നു. എന്താ? റിസൾട്ട് ഓഫ് റീ അസസ്മെന്റ്. ഈ റീ അസസ്മെന്റുകളുടെ റിസൾട്ടുകൾ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞ, റെക്കോർഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞ, പ്രോഗ്രസ് നോട്ടില് റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ് പ്രോഗ്രസ് നോട്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രോഗ്രസ് നോട്ട്സ് ആരാണ് തയ്യാറാക്കുന്നത്? ഫിസിഷ്യൻസ് തയ്യാറാക്കും. നഴ്സസ്, തെറാപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവര്, പിന്നെ സോഷ്യൽ വർക്കേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, നമ്മളുടെ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് കെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം പേരുടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്നുണ്ട്. പ്രോഗ്രസ് നോട്ട്സ് എന്തായിരിക്കും? അതായത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഡയഗ്നോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹൗ ദ പേഷ്യൻസ് റെസ്പോണ്ട്, എങ്ങനെയാണ് പേഷ്യന്റുമാര് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിന്റെ ഒരു റിസൾട്ട്, അല്ലെ? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഒന്ന് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. ആളെ എന്ത് ചെയ്യും? ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതിൽ വരുന്ന പേഷ്യൻസിനെ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും. അപ്പൊ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, ചിലപ്പോൾ 100% എന്തെങ്കിലും വീക്ക്നെസ്സുമായിട്ടാണ് ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് മരുന്ന് കൊടുക്കുന്നു, അയാളെ കെയർ ചെയ്യുന്നു, എന്ത് വേണ്ട എല്ലാ കെയറിങ്ങും ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഡേ ബൈ ഡേ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി അയാളുടെ രോഗത്തിന് ഒരു കുറഞ്ഞു വരുന്ന രോഗത്തിന് ഒരു ശമനം ഉണ്ടാകണം, അല്ലെ? ഫസ്റ്റ് ഡേ വന്നതിന്റെ നോക്കി, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേയിലേക്ക് വന്നപ്പോ ഏകദേശം ഒരു 20% ആള് റിക്കവർ ആയിട്ടുണ്ട്. എന്ത് രോഗമായാലും 20% റിക്കവർ ആയി. അടുത്ത ഒരു ദിവസം കൂടി മരുന്നും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു 50% ഓക്കെ, 50% ഓക്കെ, ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാം, ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയാം എന്നുള്ള രീതിയിലായി. ഓക്കെ, പിന്നെയും അതിന്റെ മരുന്നുകൾ, ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ആളുടെ രോഗം ഇങ്ങനെ കുറഞ്ഞ് വെൽ ഓക്കെ ആയിട്ട്, ചിലപ്പോ എന്തെങ്കിലും മാർഗത്തിൽ കൊണ്ടുവന്ന രോഗി വളരെ സിമ്പിൾ ആയിട്ട് നടന്നോടിയൊക്കെ ചിലപ്പോൾ തിരിച്ചു പോകാം, അല്ലെ? അത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അനുസരിച്ച് ഹൗ ദ പേഷ്യന്റ് റെസ്പോണ്ട്, ദാറ്റ് ഡീറ്റെയിൽസ് ഷുഡ് ബി റെക്കോർഡഡ് ആൻഡ് ഡോക്യുമെന്റഡ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോകും. നമ്മൾ പേഷ്യൻസിനെ എന്താ പറയാ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റലിലെ മോർണിംഗിൽ എന്ത് ചെയ്യും? ഒരു റൗണ്ട്സിന് വരും. സമയത്തൊക്കെയാണ് ഈ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും ഡോക്ടേഴ്സ് തന്നെ വരുന്നില്ല. ഡോക്ടേഴ്സ് വൺസ് ഇൻ എ ഡേ വരുള്ളൂ. ചിലപ്പോൾ ട്വൈസും വരും കേട്ടോ. ചിലപ്പോൾ കാലത്ത് വരും, വൈകുന്നേരം വരും. അത് എങ്ങനെയാണോ അത് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ടാണ്. അപ്പൊ ചില ഹോസ്പിറ്റൽസിൽ 1 ടൈം മാത്രമാണ്. പിന്നെ അത്രയ്ക്ക് വയ്യാതെ കിടക്കുന്ന രോഗികളെ ആണെങ്കിലാണ് ചിലപ്പോൾ 3 ടൈംസ് ഒക്കെ ചെന്ന് നോക്കുക, പരിശോധിക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ നഴ്സസ് ആയിരിക്കും ചിലപ്പോൾ വന്നിട്ട് നമ്മളെ പരിശോധിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, അപ്പൊ നമ്മൾ അവര് വേണ്ട ചില എന്താ പറയാ വൈറ്റൽസോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ മനസ്സിലാക്കും. അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണമൊന്നുമില്ല. all these things will be documented. അപ്പൊ ആര് വന്ന് നോക്കിയതായാലും, നഴ്സസ് നോക്കിയതായിക്കോട്ടെ, ഫിസിഷ്യൻസ് നോക്കിയതായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറാപ്പി ചെയ്യാൻ വേണ്ടി കിടത്തിരിക്കുന്ന ആളായിരിക്കും, അവര് നോക്കിയതായിക്കോട്ടെ, അവര് കണ്ടെത്തിയ കാര്യങ്ങൾ, ആ ആളുടെ രോഗത്തില് കുറവോ കൂടുതലോ എന്താണ് കണ്ടെത്തിയത്, അതൊരു നോട്ടായിട്ട് തയ്യാറാക്കുകയും അതിനെയാണ് നമ്മൾ പ്രോഗ്രസ് നോട്ട്സ് എന്ന് വിളിക്കുക. ഈ പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഒരു റെസ്പോണ്ടിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്, അല്ലെ? പേഷ്യന്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ആ മരുന്നിനോട് എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ഫോം ആണ് ഈ പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫിസിഷ്യൻസ് ഓർ ദ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ കണ്ടെത്തലുകൾ, ഒബ്സർവേഷൻസ്, അവരുടെ എങ്ങനെ ആ കണ്ടെത്തലുകൾ മനസ്സിലാക്കിയിട്ടാണ് they plan their future ട്രീറ്റ്മെന്റ്, പിന്നീടുള്ള കണ്ടിന്യൂഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ത് കൊടുക്കണം, അല്ലെ? രോഗം ഭേദമായി വരുന്നുണ്ട്, സോ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ രോഗം മാറുന്നില്ല, ചില പ്രോഗ്രസ് നോട്ട്സിൽ എന്താന്ന്, ഇന്നലെ വന്ന അതേ കണ്ടീഷനിൽ തന്നെയാ പേഷ്യന്റ് ഇപ്പോഴും, നോ ചേഞ്ച്, ദാറ്റ് മീൻസ്
എന്ത് ചെയ്യണം? they have to change the medicine. ചിലപ്പോൾ മെഡിസിൻ കൊടുക്കുന്ന മെഡിസിനോ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ദ പേഷ്യന്റ് ഈസ് നോട്ട് റിയാക്ടിങ് ടു സച്ച് മെഡിസിൻ. ഇന്നലെ കൊടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനോട് യാതൊരു രീതിയിലും പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ മരുന്ന് മാറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അക്കോർഡിംഗ് ടു ദ പ്രോഗ്രസ് നോട്ട്സ് എന്നാണെന്ന് ഓർക്കുക. ഇനി ഈ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഫോണ്ടിലൊക്കെയാണ്. ഫോണ്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോണിലൊക്കെ ഫോണ്ടില്ലേ, ഫോണ്ടൊക്കെ മാറ്റാമല്ലോ അല്ലെ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, ഇറ്റാലിക്സിൽ ഉപയോഗിക്കാം, ബോൾഡ് ലെറ്റേഴ്സിൽ ഉപയോഗിക്കാം അല്ലെ, മോണോസ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഒരുപാട് എന്താ പറയാ ഫോണ്ടുകൾ നമ്മളുടെ ആൽഫബറ്റ്സിൽ നമ്മൾ കൊടുത്ത് നമുക്ക് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഴുതുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? പല കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഇപ്പൊ ഒരു ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതും, ക്യാപിറ്റൽസിൽ എഴുതും അല്ലെ? അതുപോലെ ഇവിടെയും പ്രോഗ്രസ് നോട്ട്സ് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഫോണ്ടുകളൊക്കെ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. എല്ലാ ഓർഗനൈസേഷനും, എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതായത് എല്ലാ ഹോസ്പിറ്റൽസിലും എന്താ പറയാ, ഇപ്പൊ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരേ ഫോർമാറ്റിൽ ഒരേ രീതിയിൽ തന്നെ എല്ലാവരും വേണമെങ്കിൽ അവരുടെ പ്രോഗ്രസ് നോട്ട്സുകൾ എഴുതാം. ചില ഓർഗനൈസേഷൻ, ചില ഹോസ്പിറ്റൽസിലൊക്കെ അവരുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യും. എങ്ങനെയാണ് പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ? പേഷ്യൻസിന്റെ റിയാക്ഷൻ, പേഷ്യൻസ് കൊടുക്കുന്ന മരുന്നുകളോട്, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോട് ഹൗ ദ റിയാക്ട്, അതാണ്. അത് എഴുതുമ്പോൾ ഒരു പ്രത്യേക ശൈലിയിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അവരവരുടേതായ കസ്റ്റമൈസ്ഡ് രീതിയിലും എഴുതാം. എന്നാൽ ഒരു കോമൺലി യൂസ്ഡ് ഫോർമാറ്റ്, ഈ പ്രോഗ്രസ് നോട്ട്സ് എഴുതാനുള്ള ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യമാകാവുന്ന ഒരു പൊതുവായ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഫോർമാറ്റ് ഏതാ? SOAP ആണ്. SOAP എന്ന് പറയുന്നത് നമ്മൾ എവിടെയോ കണ്ട് കേട്ടിട്ടുണ്ടല്ലേ? അതും മെഡിക്കൽ റെക്കോർഡ്സിൽ തന്നെയാണ്. അപ്പൊ ആ ഫോർമാറ്റ് വേണം. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പല്ല, ഇവിടെ SOAP എന്ന് പറയുന്ന ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ ഡിഫറെന്റ് തിങ്സ്. അപ്പൊ ഓരോന്നിന്റെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഓർഡറിലാണ് പ്രോഗ്രസ് നോട്ട്സ് സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കാനായിട്ട്. ഏതാ? എസിന് വേണ്ടിയിട്ട് സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് ആ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഡോക്ടേഴ്സ് റൗണ്ട്സിൽ വന്ന് നോക്കുമ്പോഴോ നഴ്സസ് വന്ന് നോക്കുമ്പോഴോ അവരെ കണ്ടെത്തിയ കാര്യങ്ങളിലെ ശരിയായ കണ്ടെത്തലുകൾ അവിടെ ഇതാ. ഇനി ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, ഇനി എന്തെങ്കിലും ഇയാളിൽ കണ്ടെത്താനുണ്ടോ? ചിലപ്പോൾ ഇന്ന രോഗം മറ്റൊരു രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം. അപ്പൊ ഒബ്ജക്റ്റീവ്, ആ ഫൈൻഡിങ്സിന്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അസസ്മെന്റ്, ആ രോഗത്തെ എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. ഇനി എന്താ? പ്ലാനിങ് ആണ്. എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം അതിനെ കുറിച്ചുള്ള പ്ലാൻ. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പ്രോഗ്രസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് കോമൺ യൂസേജ്. നമ്മുടെ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഫോണ്ടുകളുടെ ഫോർമാറ്റ് ആണ് SOAP എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഓരോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അവരുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, ഞാനിപ്പോ കണ്ടെത്തിയത് എങ്ങനെയൊക്കെയാണ്, അപ്പൊ എന്റെ സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു അല്ലെ, മറ്റൊരാൾ ഇങ്ങനെ എഴുതുന്നു, അവരവരുടെ സ്റ്റൈലിൽ എഴുതാം, അതുണ്ട്. പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ഫോർമാറ്റും എന്തുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫോർമാറ്റ് ആണ് SOAP. ക്ലിയർ ആയോ? പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് വേഗം വരയ്ക്കാം. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പ്രോഗ്രസ് നോട്ട്സ് ആർ മെയ്ഡ് ബൈ ആരൊക്കെയാണെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കെയറിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്, കെയറിംഗ് ഫോർ ദ പേഷ്യന്റ് വരെയുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി എല്ലാ പ്രൊവൈഡേഴ്സും അവരവരുടേതായ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കണം. അവർ തയ്യാറാക്കണ്ടല്ലോ, അത് മതി. അങ്ങനെയില്ല, ആരൊക്കെ ആളുടെ അടുത്ത് പോയി കെയറിംഗ് കൊടുക്കുന്നുണ്ടോ, ഏതൊക്കെ പേഷ്യൻസിനെ ഏതൊക്കെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്താ പറയാ സമീപിച്ച് അവർക്ക് വേണ്ട എന്തെങ്കിലും എന്ത് കൊടുത്താലും എന്ത് ചെയ്താലും ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് പ്രോഗ്രസ് നോട്ട്സ്. അത് പ്രോഗ്രസ് നോട്ട്സ് ആയിട്ട് എഴുതണം. അതുകൊണ്ട് ആ സെന്റൻസ് എഴുതണം, അണ്ടർലൈൻ ചെയ്യണം. ഈച്ച് പ്രൊവൈഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടന്റ് ഓഫ് ഹിസ് ഓർ ഹെർ നോട്ട്സ്. അത് അവർ തന്നെ ഉത്തരവാദിത്തമാണ്. ഞാൻ എഴുതുന്ന പ്രോഗ്രസ് നോട്ട് എന്റെ ഉത്തരവാദിത്തത്തിൽ എഴുതണം. ഞാൻ എഴുതിക്കൊണ്ട് ഞാനല്ല എഴുതിയ, മറ്റുള്ള എഴുതിയതാണെന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടെ കണ്ടന്റിന് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഷുഡ് റിഫ്ലക്ട് ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. അതാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ. ഷുഡ് റിഫ്ലക്ട് ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. അവിടെ വരെ മതി, ട്രീറ്റ്മെന്റ് വരെ മതി. Progress note should reflect the patient's response to the treatment. ഇനി അടുത്തത് a commonly used format for a progress note is SOAP format. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം.
കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രസ് നോട്ടിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് സോപ്പ് ഫോർമാറ്റ് ആണ്. ആ സോപ്പിന്റെ എക്സ്പാൻഡഡ് ഫോം കൂടി ടിക്കിട്ടേക്കാം. 4 നക്ഷത്രം 4 സ്റ്റാറുകളും കൂടി ഒന്ന് ടിക്കിട്ടേക്കാം. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. കൺസൾട്ടേഷൻ. അവിടെ എന്തായിരിക്കും കൺസൾട്ടേഷൻ നോട്ട് തയ്യാറാക്കുന്നത് ആരാ? ഫിസിഷ്യൻ. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരാണ്. അപ്പൊ കൺസൾട്ടേഷൻ നോട്ട്സ് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഒപ്പീനിയൻ അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ. പേഷ്യന്റ് രോഗി ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആ ആളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്, ആ രോഗി എന്ത് അവസ്ഥയിലാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ അതൊക്കെ എഴുതി വെക്കുന്നതാണ് കൺസൾട്ടേഷൻ നോട്ട്സ്. അപ്പോ ഫിസിഷ്യനോ അല്ലെങ്കിൽ ആരാണോ പ്രൈമറി കെയർ കൊടുത്തത്, ചിലപ്പോ ഫിസിഷ്യൻ തന്നെ ആവണമെന്നില്ല അല്ലെ. ചില സമയത്ത് നമുക്കറിയാം എല്ലാ സമയവും ഫിസിഷ്യൻസ് ഒക്കെ അവരുടെ ടൈമിങ്ങിലാണ്, കൺസൾട്ടേഷൻ ടൈമിങ്ങിലാണ് അവരൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതർവൈസ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ഡ്യൂട്ടി ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ളത് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ആരാണോ കെയറിങ് കൊടുക്കുന്നത് അവര് അവരുടെ അടുത്ത് വരുമ്പോ പേഷ്യൻസ് വരുമ്പോ അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഒപ്പീനിയൻ ആണ് റിപ്പോർട്ടുകളായിട്ട് ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് വെക്കുക, ഡോക്യുമെന്റ് ആയിട്ട് വെക്കുക. അങ്ങനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ നോട്ട്സ് വിളിക്കുക. കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് എവിടുന്നാ വരുന്നത്? From the physicians and also inside or outside the particular healthcare organization. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ളതോ അല്ലെങ്കിൽ പുറത്തെന്ന് പറയുമ്പോൾ എന്താ മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ കൊണ്ടുവന്നതൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരിടത്ത് കൺസൾട്ട് ചെയ്തു, പക്ഷെ അവർക്ക് അതിന്റെ ഫെസിലിറ്റീസോ മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ പേഷ്യൻസിന് വേറെ സ്ഥലത്തേക്ക് വിടാം, അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന കൺസൾട്ടേഷൻ റെക്കോർഡ് പ്രിപ്പയർഡ് ബൈ ഫിസിഷ്യൻ ആയിക്കോട്ടെ, ഫിസിഷ്യൻ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ഓർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, the information should be treated or maintained as a part of patient record. അതും എന്താക്കി മാറ്റി വെച്ചോളണം, പേഷ്യന്റിന്റെ റെക്കോർഡുകളുടെ ഒരു ഭാഗമാണ് എന്ന് വിചാരിച്ച് അതേപോലെ അത്രയും ലീഗാലിറ്റിയോട് കൂടി തന്നെ സംരക്ഷിച്ചോളണം. അതെന്താ കാരണം? ഈ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ ഇന്നതാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെയാണെന്ന് പറഞ്ഞു, അങ്ങനെ അതൊക്കെ ചിലപ്പോൾ ചില എന്താ പറയാ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നിന്ന് വിട്ടു വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി, അപ്പൊ അവിടെ ചെന്നപ്പോ ആ ഡോക്ടർ വേറെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനും ഒക്കെ സാധ്യതകളുണ്ട്. പിന്നീട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ വീണ്ടും അത് ബാക്ക് അടിച്ച് വീണ്ടും എവിടെ ആദ്യം വന്നോ അവിടേക്കൊക്കെ ചിലപ്പോൾ അത് ഇറങ്ങി തിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നമ്മുടെ റെക്കോർഡായിട്ട് പേഷ്യന്റിന്റെ ഒരു പാർട്ട് ഓഫ് റെക്കോർഡാക്കി മാറ്റി വെക്കേണ്ടത് വളരെ എന്താ പറയാ വളരെ അത്യാവശ്യമാണെന്നാണ് പറയണേ. മനസ്സിലായോ? കുഞ്ഞൊരു കാര്യമായിരുന്നു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. 2 സെന്റൻസേ ഉള്ളൂ, ഇച്ചിരി ലോങ് ആണെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത പറഞ്ഞോട്ടെ പോയിന്റ്, ഫിസിഷ്യൻസ് ഓർഡർ. ഓക്കെ, ഫിസിഷ്യൻസ് ഓർഡർ ആണ്. ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? there are some directions, instructions or prescriptions given by physician to other members of the health care team. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഹെൽത്ത് കെയർ ടീമിലെ എന്താ പറയാ ഏതെങ്കിലും ഒരു പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റിന്റെ അവർക്ക് കൊടുത്ത മരുന്നുകള്, ടെസ്റ്റുകള്, അവരുടെ ഡയറ്റ് പ്ലാനുകൾ, അവരുടെ ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫിസിഷ്യൻ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഡിറക്ഷൻസ്, ചില ഇൻസ്ട്രക്ഷൻസ്, ചില പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഓർഗനൈസേഷനിലല്ല മറ്റ് ഹെൽത്ത് കെയർ ടീമുകാർക്ക്. ചിലപ്പോ ഈ ആൾക്ക് വല്ല ടെസ്റ്റ് നടത്തണം, അപ്പൊ ലാബിലേക്ക്, മനസ്സിലായോ? അപ്പൊ ലാബിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ, മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും സർജറി നടത്തണം, അപ്പൊ ചിലപ്പോ OP-യിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, OT-യിലേക്ക് ആയിരിക്കും അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അപ്പൊ അവിടേക്ക് എന്തെങ്കിലും കാര്യം ഇൻസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിറക്ട് ചെയ്യണം. അങ്ങനെ ആ ഹെൽത്ത് കെയർ ടീം ആകെ മൊത്തത്തില് ആ പേഷ്യന്റിന്റെ മരുന്നുകളും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചില ഡിറക്ഷൻസോ ഇൻസ്ട്രക്ഷൻസോ അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് ഫിസിഷ്യൻസ് ഓർഡർ. നമ്മുടെ ഓർഡർ അതല്ല,
നമ്മളുടെ കൺസൾട്ടേഷൻ ആണ്, നമ്മുടെ കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. മനസ്സിലായി? നമ്മൾ പരിശോധിച്ചു, നമ്മളുടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി, അത് ഡോക്ടർ നമ്മുടെ ചാർട്ടിൽ, നമ്മുടെ പേരുള്ള ചാർട്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇത് ഫിസിഷ്യന്റെ ഓർഡർ ആണ്. ഫിസിഷ്യൻ ഹോസ്പിറ്റലിനകത്ത് തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ എവിടേക്കൊക്കെയാണോ ഈ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടതുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ പേഷ്യന്റിന്റെ രോഗവുമായി ബന്ധപ്പെട്ടത്, മരുന്നുകളുമായി ബന്ധപ്പെട്ടത്, ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക, ഫിസിഷ്യൻസ് ഓർഡറിൽ വരിക കേട്ടോ. In the current US healthcare system, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു US healthcare system അനുസരിച്ച് നമുക്ക് രോഗിക്ക് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെന്റുകളൊക്കെ എന്താ പറയാ, ലൈസൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഫിസിഷ്യൻസ് തന്നെയാണ്. അതായത് ഒരു ഡോക്ടർ എന്ന രീതിയിലേക്ക് ചിലപ്പോ ഈ എന്താ പറയാ ഹൗസ് സർജൻസിനൊക്കെ വരുന്നവരൊക്കെ ഉണ്ടല്ലേ, അതായത് MBBS എടുത്തിട്ട് എന്താ പറയാ ജോലിക്ക്, അതായത് പ്രാക്ടിക്കൽസിനൊക്കെ വേണ്ടി കയറുന്ന ഒരു സ്റ്റേജിൽ അങ്ങനെയൊന്നും പറ്റില്ല. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് യൂഷ്വലി അതൊരു ഫിസിഷ്യൻ ആയിരിക്കണം. ഫിസിഷ്യൻസ് ഓർഡർ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി അല്ലെങ്കിൽ റൈറ്റ്, അവകാശമുള്ളത് മറ്റാർക്കും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ ഹെൽത്ത് കെയർ സിസ്റ്റം, US ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഏത് ഓർഗനൈസേഷനും, അതായത് ഏത് ഹോസ്പിറ്റൽസിനും ഈ പറയുന്ന എന്താ പറയാ അവിടുത്തെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഇതൊരു മിക്സഡ് ഒരു സിസ്റ്റമാണ്. മിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ആ പേഷ്യന്റിന്റെ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻഷുറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് അവർക്ക് കൊടുക്കുന്ന കെയർ, അവർക്ക് കൊടുക്കുന്ന കൺസൾട്ടേഷൻ, ആ ഒരു കെയറിങ്ങിന് കൊടുക്കുമ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എന്താ പറയാ ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയാ ഈ പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെന്റ് ഒക്കെ എന്താണ് കൊടുക്കുന്നത് അതെല്ലാം തന്നെ എന്ത് ത്രൂ ആയിരിക്കണം, ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യൻ തന്നെ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഫിസിഷ്യൻസ് ഓർഡർ ചെയ്യുന്നത് ഇന്ന കാര്യങ്ങൾക്കൊക്കെയാണ്, ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ടീമുകളെയൊക്കെ അറിയിക്കാൻ, ഹെൽത്ത് കെയർ ടീമിലുള്ള എല്ലാവരെയും ഇൻസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യാനോ ഡിറക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അത് നമ്മളുടെ ഈ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റുകളും പ്രൊസീജിയേഴ്സ് ഒക്കെ കൊടുക്കാൻ ആർക്ക്, അല്ലെങ്കിൽ ഇത്തരം ഡിറക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉള്ളത് ആർക്ക് മാത്രമാണ്, ഫിസിഷ്യൻസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ലൈസൻസ്ഡ് പ്രാക്ടീഷണേഴ്സിന് മാത്രമാണ് എന്നാണ് പറയാ. അതാണ് ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും അതുപോലെ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കെയറിങ് കൊടുക്കുക. അതാണ് ഈ US ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. US ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണെന്ന് ഞാൻ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി തരാം. അതിന് മുമ്പ് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്യാടാ. സോ ഓൺ വരെ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. അവിടെ ഉണ്ട് മറ്റേ ലൈസൻസ്ഡ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആയിരിക്കണം അത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ഫിസിഷ്യൻസ് ഓർഡർ US ഹെൽത്ത് അതിന്റെ താഴെ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ എന്താണുള്ള അതിന്റെ സൈഡിലോ എവിടെയെങ്കിലും എഴുതാനൊക്കെ സ്ഥലം ഉണ്ടായിരിക്കും. മാർജിന്റെ അവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കാം. US ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹൈഫിനിട്ട് എഴുതാം. US ഹെൽത്ത് കെയർ സിസ്റ്റം ഒന്നില്ലെങ്കിൽ അവിടെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് ചെരിച്ചോ മാർക്കിട്ടോ അവിടെ തന്നെ എഴുതി വെക്കാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് നോട്ടിൽ എഴുതുന്നവര് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചോ നിങ്ങൾ ആ രീതിയിൽ എഴുതി വെക്കാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി US ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈസ് എ കോംപ്ലക്സ് മിക്സഡ് സിസ്റ്റം. കോംപ്ലക്സ് മിക്സഡ് സിസ്റ്റം where 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 ആണ് where public and private sectors complex, mixed system where private and public sectors play significant roles. അങ്ങനെ ഒരു സിസ്റ്റം ആണിത്.
പ്രധാന പങ്ക് വഹിക്കുകയാണ്. പൊതുവായിട്ടുള്ള മേഖലകളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളും കൂടി ഒരുമിച്ച് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ്. എന്തിനെ സംബന്ധിച്ചത്? റോൾസ് ഇൻ ഫിനാൻസിങ് ആൻഡ് പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ. ഇൻ ഫിനാൻസിങ്, അവരുടെ പണ സംബന്ധമായിട്ടുള്ള, നമുക്കറിയാലോ പൈസയൊക്കെ കൊടുക്കുന്നതും വാങ്ങുന്നതും, അത് ചിലപ്പോ ഇൻഷുറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുക, അതെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫിനാൻസിങ് ആൻഡ് പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ, അവരെ രോഗം ശുശ്രൂഷിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഏതിലാണെങ്കിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സിസ്റ്റമാണ് US ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. എഴുതിയോ എല്ലാവരും? ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്. ഇതൊക്കെ കുറെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്, ഇതും അതെ, ഇതും പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡുകളിൽ വരുന്ന കണ്ടന്റുകളിൽ ഒന്നാണ് അല്ലെ? ഹെൽത്ത് റെക്കോർഡുകളുടെ ഉള്ളടക്കങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഹെൽത്ത് റെക്കോർഡായിട്ട് വരുന്നുണ്ടെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തതാണ് ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്. അതെ, നമ്മുടെ റേഡിയോളജി വിഭാഗം അല്ലെ, റേഡിയോളജിസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഡോക്യുമെന്റിംഗ്. തീർച്ചയായിട്ടും ഈ റേഡിയോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ അവിടുത്തെ റേഡിയോളജിസ്റ്റുകളായിരിക്കും ഇത്തരം ടെസ്റ്റുകളൊക്കെ അല്ലെ, എക്സ്റേ റിപ്പോർട്ടുകൾ, എക്സ്റേക്കാര് അതുപോലെ തന്നെ റേഡിയോളജി ഉപയോഗിക്കുന്നവര് അവരുടേതായ കാര്യങ്ങളൊക്കെ അവര് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിൽ ചെയ്യുന്നു. അതിന്റെയൊക്കെ റിസൾട്ടുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് അല്ലെ, നമ്മൾ എക്സ്റേ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ എക്സ്റേ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പോ അപ്പൊ തന്നെ അത് ഡോക്യുമെന്റ് ചെയ്ത് അതിന്റെ അകത്തുള്ള ആ ലാബില്, എക്സ്റേ ലാബിൽ പ്രവർത്തിക്കുന്ന ആരാണോ, അതിന്റെ ടെക്നീഷ്യൻ ആരാണോ, അവരാണ് അത് എന്ത് ചെയ്യുന്നത്, അത് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഒരു കവറിലിട്ടിട്ടാ അല്ലെ, ചെങ്ങാനത് ഇങ്ങനെ കവറിലിട്ടിട്ട് പെട്ടെന്ന് അത് റിപ്പോർട്ടായിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ചിലപ്പോൾ നമുക്ക് നേരിട്ട് തരുന്നതാണെങ്കിൽ നമുക്ക് നേരിട്ട് തരുന്നു, അതെല്ലാം ഹോസ്പിറ്റൽസിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നു. ആ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ട് ആണത്. അപ്പൊ അങ്ങനെയുള്ള എക്സ്റേസ്, മാമോഗ്രാംസ്, അൾട്രാസൗണ്ട്, സ്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാം അതിന്റെ ഫൈൻഡിങ്സ് ഒക്കെ. ആൻഡ് ഓൾസോ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്. ഇതെല്ലാം ആ കണ്ടെത്തലുകളൊക്കെ ഈ പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. അതും അത് എന്താ പറയാ, ഒരു തരത്തിലുള്ള പേഷ്യന്റിന്റെ റെക്കോർഡ് തന്നെയാണ്. സോ ആൻഡ് ദീസ് ഡോക്യുമെന്റ്സ്, ഇതെല്ലാം ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സ്റേയിലൂടെയോ അല്ലെങ്കിൽ മാമോഗ്രാഫിക്സിലൂടെ, അൾട്രാസൗണ്ടിലൂടെ, സ്കാനിങ്ങിലൂടെ ഒക്കെ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അതെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ ടൈംലി മാനർ, സമയത്തിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട്. കാരണം അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിന് ചിലപ്പോൾ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടാകും തൊട്ടടുത്ത നിമിഷത്തില്, തൊട്ടടുത്ത സമയത്ത്. അതപ്പോ ആ കൃത്യം ടൈമിങ്ങിൽ തന്നെ അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് എത്തിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴെങ്കിലും കിട്ടിയാൽ മതിയോ? ചിലപ്പോൾ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പേഷ്യന്റ് ആണ്, ചിലപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഈ ഡോക്യുമെന്റ് കിട്ടിയിട്ട് വേണം ചിലപ്പോൾ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട്. സോ അതിന് ടൈമിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. കുറെ ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ചിലപ്പോ എന്താ, പേഷ്യന്റ് ചിലപ്പോ ഇല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടൈംലി മാനറിലായിരിക്കണം ഇറ്റ് ഷുഡ് ബി അവൈലബിൾ സോ ദാറ്റ് ദേ ക്യാൻ പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. അതനുസരിച്ച് നല്ല ട്രീറ്റ്മെന്റ് ആ ഒരു റിസൾട്ട് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ നമുക്കറിയാം, ഇതൊക്കെ ഡിജിറ്റൽ ഇമേജസ് ആയിട്ടൊക്കെയാണ് റേഡിയോളജി വിഭാഗം ഇത് എന്താ പറയാ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും ഇത് എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ്സ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. ഇത്തരം ഇന്നെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റംസിലും ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഇത്തരം ഡോക്യുമെന്റുകൾ അവർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് എന്താ പറയാ, ഇതൊരു ലീഗൽ പാർട്ട് ഓഫ് ദ പേഷ്യന്റ് റെക്കോർഡ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇത് ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. കാരണം സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്, എക്സ്റേയുടെ റിപ്പോർട്ട്, ഇതൊക്കെ ഒരു നമ്മളുടെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ടോ എക്സ്റേ എടുത്തിട്ടോ ഒക്കെ ഉള്ള ഇതാണല്ലോ, ഇമേജസ് ആണല്ലോ. അപ്പൊ അതിനകത്ത് വലിയ കൃത്രിമ പണിയൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം അത് ആ ഒരു ഇമേജിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ റെക്കോർഡൊന്നും അല്ല. പക്ഷെ എങ്കിലും അത് ഈ മോഡേൺ ആയിട്ട് നമ്മുടെ ആധുനിക ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വെക്കാറുണ്ടെന്ന്. എന്താ പറയാ, ഇന്റർഫേസ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചില എന്താ പറയാ കാര്യമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ലീഗൽ അല്ല എങ്കിലും അത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്യുന്നു, ആ പേഷ്യന്റ് റെക്കോർഡിനോടൊപ്പം കയറ്റി വെക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയോ? ക്ലിയർ? യെസ്. അപ്പൊ അണ്ടർലൈൻ ചെയ്തോ, ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. എല്ലാം മെയിൻ പോയിന്റുകളാണ് ഇവിടെ ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ഫസ്റ്റ് സെന്റൻസ് എക്സ്റേ ഇൻ ദ പേഷ്യൻസ് റെക്കോർഡ് വരെ ഉള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വലിയ സെന്റൻസ് ആണ്.
പിന്നെ ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ് ഫൈൻഡിങ്സ്. ദീസ് ഫൈൻഡിങ്സ് എന്നാണ് അവിടെ തുടങ്ങിയേക്കണേ. സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാനുള്ളതാ. പക്ഷെ ദീസ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട് ഫൈൻഡിങ്സ്, ഇമേജിംഗിലൂടെയോ എക്സ്റേ റിപ്പോർട്ടിന്റെയോ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ ഷുഡ് ബി ഡോക്യുമെന്റഡ് ഇൻ എ ടൈംലി മാനർ. അങ്ങനെയായിരിക്കണം സെന്റൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ വായിച്ചു പഠിക്കേണ്ടത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അല്ലാണ്ട് ദീസ് ഫൈൻഡിങ്സ് ഷുഡ് ബി ഡോക്യുമെന്റഡ് എന്ന് പറഞ്ഞു പഠിക്കരുതെന്ന്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ ടൈംലി മാനർ സോ ദാറ്റ് ദേ ആർ അവൈലബിൾ ടു അപ്രോപ്രിയേറ്റ് പ്രൊവൈഡർ ടു ഫെസിലിറ്റേറ്റ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ റേഡിയോളജി പോലെ തന്നെ മറ്റൊന്നാണ് ലാബ് റിപ്പോർട്ട്സ് അല്ലെ. ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ് പോലെ തന്നെ മറ്റൊരു ഡോക്യുമെന്റ് ചെയ്യേണ്ട മറ്റു റിപ്പോർട്ടുകളാണ് ലബോറട്ടറി റിപ്പോർട്ട്സ്. അത് ലാബിൽ നമ്മൾ പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ സെൽസ്, ടിഷ്യൂസ്, ഓൾ ദീസ് ആർ ടെസ്റ്റ് ഇൻ ലാബിലാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് അതിന്റെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടായിരിക്കും അല്ലെ. മെഡിക്കൽ ലാബിൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് മൈറ്റ് പെർഫോം എ ത്രോട്ട് കൾച്ചർ, യൂറിൻ അനാലിസിസ്, കൊളസ്ട്രോൾ ലെവൽ ഓർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ ചെയ്യാറുണ്ട്? ഇതൊക്കെ ചെയ്യുന്ന ഇത്തരം ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് എക്സ്റേയിലല്ല. എന്താ ചെയ്യണ്ടേ? ലാബിലാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. അതുകൊണ്ട് ഒരു ഡേയിലൊക്കെ തന്നെ, ഒരു ദിവസമൊക്കെ തന്നെ 100 ലാബ് ടെസ്റ്റുകളൊക്കെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ഒരു ദിവസം തന്നെയൊക്കെ നടക്കാറുണ്ട്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബുകൾ. ചില സ്പെഷ്യലൈസ്ഡ് ലാബ് എന്താ, ചില സ്പെഷ്യലായിട്ടുള്ള അവയവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ലാബുകളാണ്. അതായത് ചില കാര്യങ്ങൾക്ക് അവിടെ മാത്രം ആ ടെസ്റ്റുകൾ, അവിടെ മാത്രം, എല്ലാം കൂടി മിക്സ് ചെയ്തല്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ലാബ് പേഴ്സണൽ ആണ്. അതായത് ലാബിന്റെ ജോലി, അവിടെ ആരാണോ ജോലി ചെയ്യുന്നത് അവരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. എന്തിന്? ഫോർ ഡോക്യുമെന്റിംഗ് ദ ലാബ് ടെസ്റ്റ് റിസൾട്ട് ടു ദ പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റിന്റെ റെക്കോർഡുകളിലേക്ക് മാറ്റേണ്ട ചില ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ട് അല്ലെ, അത് പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് ഡോക്യുമെന്റ് തയ്യാറാക്കേണ്ടത് ആരാണ്? ലാബ് പേഴ്സണൽ ആണ്. ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്ന് തുടങ്ങുന്നതിന് മുമ്പുള്ളത്. ഓക്കെ, ആ രണ്ട് സെന്റൻസും ആണ് ആ ഒരു പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ലാബ് ടെസ്റ്റിന്റെ പാരഗ്രാഫിൽ ഫസ്റ്റ് സെന്റൻസ് ആൻഡ് ദ ലാസ്റ്റ് സെന്റൻസ്. ഇനി ഈ ലാബ് ടെസ്റ്റുകൾ ഇറ്റ് ബിക്കംസ് ദ പെർമനന്റ് റെക്കോർഡ് ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന്റെ റെക്കോർഡുകളുടെ ഒരു പെർമനന്റ്, സ്ഥിരമായ ഒരു റെക്കോർഡായിട്ട് മാറുന്നു അല്ലെ. നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ അത് അവിടെ റെക്കോർഡായിട്ട് ഓൾറെഡി ആ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. അതവര് നമ്മളുടെ അസുഖങ്ങൾ, നമ്മളുടെ ചാർട്ടിനോടൊപ്പം ഫയലില് ഒരുമിച്ച് വെക്കും. അതുകൂടാതെ ഈ നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഹൈ കൊളസ്ട്രോൾ ആണ്, അല്ലെ ഹൈ BP ആണ്, ഹൈ ബ്ലഡ് പ്രഷർ ആണ്, ഇത്രയാണ് ബ്ലഡ് പ്രഷറിന്റെ എന്താ പറയാ ഒരു മെഷർമെന്റ്. ആ മെഷർമെന്റ് ഒക്കെ അവരങ്ങനെ കൃത്യമായിട്ട് എഴുതിക്കും. കുറച്ച് ഡേഞ്ചർ ലെവലിലൊക്കെ ആണെങ്കിൽ റെഡ് കൊണ്ടൊക്കെ അവിടെ എഴുതി വെക്കും, നമ്മളെ പഠിപ്പിക്കും അല്ലെ. അങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട് ഡോക്ടേഴ്സ്. നിങ്ങൾ ഇടയ്ക്കൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ നമ്മളുടെ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയും, പക്ഷെ കൂടുതലാണല്ലോ, ഷുഗർ കൂടുതലാണല്ലോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കൂടുതലാണെങ്കിൽ ആ ഒരു ലാഘവത്തിൽ പറയും അല്ലെ. അല്ലെങ്കിൽ കുറച്ച് ഷാർപ്നെസ് കൂടും നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ അല്ലെ. കുറച്ചധികം ഉണ്ട്, കുറച്ചധികം നടക്കണം അല്ലെ, അങ്ങനെയൊക്കെയാണ്. കുറച്ച് ചോറും നല്ല കുറയ്ക്കണം എന്നൊക്കെ അവർ നമ്മളോട് പറയും. കൂടാതെ ഇവരിത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ മൂലയ്ക്ക് കൊണ്ടുപോയി എഴുതി വെച്ചിട്ടുണ്ടായി. സോ ദാറ്റ് ഫ്യൂച്ചർ റെഫറൻസിനും അവരെ ഹെൽപ്പ് ചെയ്യും അല്ലെ. പിന്നീട് നമ്മൾ ഇനി വേറൊരു ദിവസം ചെല്ലുമ്പോൾ ഇതൊക്കെ എടുത്ത് പിടിച്ച് പൊക്കും. അന്ന് ഇത്രയായിരുന്നല്ലോ, ഒന്നുകൂടി നോക്കണോ, റിസൾട്ട് ഇടയ്ക്ക് നോക്കിയാൽ അവരുടെ മെഷീൻസ് ഒന്നും അനക്കണ്ടേ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി നോക്കാം, ചെക്ക് ചെയ്യാം. കാരണം അന്ന് ഇത്ര ഹൈ ആയിരുന്നു, ഇത്ര എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ, കുറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞ കാര്യമൊക്കെ ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊക്കെ തന്നെ. അപ്പൊ ഇതൊരു പെർമനന്റ് പേഷ്യന്റ് റെക്കോർഡാണ് ലാബ് റെക്കോർഡുകളെല്ലാം. ലാബ് റിസൾട്ട്സ് ഓൾസോ ഈസ് ആക്സസിബിൾ ഫോർ ദ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഇതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അക്യുറേറ്റ് ആയിട്ടുള്ള ലാബ് റിസൾട്ടുകളായിരിക്കും ക്ലിനിക്കൽ ഡിസിഷൻസിന്. അതായത് ഒരു കൃത്യമായ ഒരു റിസൾട്ട് കിട്ടിയാൽ ഡോക്ടേഴ്സിന് ചില തീരുമാനങ്ങൾ എടുക്കാനും, അതുപോലെ തന്നെ ആ ടൈംലി റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് ടൈമിംഗിൽ തന്നെ അതിന്റെ റിസൾട്ടുകളൊക്കെ റിപ്പോർട്ട് ചെയ്താലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിഷ്യൻസ് ക്യാൻ എൻഷുർ ആൻഡ് ഓൾസോ മേക്ക് അപ്രോപ്രിയേറ്റ് കെയർ. അതായത് അവർക്ക് നല്ല ഉറപ്പുള്ള നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനും
അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് റിസൾട്ടുകൾ റിസീവ് ചെയ്താലൊക്കെ മാത്രമാണ് പറയാം. ഫിസിഷ്യൻസ് അല്ലെങ്കിൽ മറ്റ് പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിങ് എനി ഫൈൻഡിങ്സ്. അതായത് അവര് ഇതിന്റെ റിസൾട്ടിന്റെ ബേസിസിൽ റിസൾട്ട് അവർ കൊടുക്കുള്ളൂ. ആ റിസൾട്ടിന്റെ ഇതൊക്കെ എന്ത് ചെയ്യും, അവർ അവരുടേതായ രീതിയിൽ വേറെ രീതിയിലും ഡോക്യുമെന്റ് ചെയ്യും. ആര് മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാബിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് അവർ തയ്യാറാക്കും, അവർ കണ്ടെത്തിയ റിസൾട്ട്. അത് എന്നിട്ട് നമ്മുടെ രണ്ടാമത് റിസൾട്ട് വന്നിട്ട് ഒന്നുകൂടി റിപ്പോർട്ടാണ് ഡോക്ടറെ കാണാനും പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പുറത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ രണ്ടാമത് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യും, നമ്മളോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നതോടൊപ്പം ഓൾസോ ഡോക്യുമെന്റ്, അവരും അതൊരു ഡോക്യുമെന്റ് ആയിട്ട് അവരുടെ ഫൈൻഡിങ്സ്, റിസൾട്ടിന്റെ ആ ഒരു ഫൈൻഡിങ്സ് അവർ വെക്കും. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ ബേസിസ് ഓഫ് ദയർ ട്രീറ്റ്മെന്റ്. അവരുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ബേസിസ് ആയിട്ട്, ഒരു ആധാരം, ഒരു അടിസ്ഥാനമായിട്ട് ഈ ഒരു ലാബ് റിസൾട്ടുകൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് എന്താ പറയാ, നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോറി, എളുപ്പമാണ് അല്ലെ. ലാബോറട്ടറി റിപ്പോർട്ട്സിൽ ഒന്നാമത്തെ പാരഗ്രാഫില് നമ്മൾ ഒന്നും ലാസ്റ്റത്തെയും പാരഗ്രാഫാണ്, സോറി സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. രണ്ടാമത്തെ പാരഗ്രാഫില് ലാബ് റിസൾട്ട്സ് ബിക്കം എ പാർട്ട് ഓഫ് ദ പെർമനന്റ് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് റിലൈ ഓൺ അക്യുറേറ്റ് ലാബ് റിസൾട്ട്സ്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാര് റിലൈ മീൻസ് എന്താ, ഡിപ്പെൻഡ്, ആശ്രയിക്കുന്നു. എന്തില്? അക്യുറേറ്റ് ലാബ് റിസൾട്ട്, കൃത്യമായ ലാബ് റിസൾട്ടിൽ ആശ്രയിച്ചിട്ടാണ് അവരുടെ ക്ലിനിക്കൽ ഡിസിഷൻസ് അവർ എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ സെന്റൻസ് കേട്ടോ. Healthcare providers rely on accurate lab results in making clinical decisions. So there is a need for timely reporting. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ലാബിലെ ജോലിക്കാര് ടൈംലി റിപ്പോർട്ടുകൾ ലാബ് റിസൾട്ടുകളായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. എന്നാലാണ് ഫിസിഷ്യൻസ് ക്യാൻ എൻഷുവർ, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ അവരുടെ അപ്രോപ്രിയേറ്റ് കെയർ കേട്ടോ, കൃത്യമായ കെയർ കൊടുക്കേണ്ടതെന്ന് അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. ആ സെന്റൻസ് ഇച്ചിരി നീണ്ടതാണ് എങ്കിലും അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അത്ര ഉള്ളൂ, അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. അടുത്തെന്താ, കൺസെന്റ് ആൻഡ് ഓതറൈസേഷൻ ഫോംസ്. 3 മിനിറ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം, മനസ്സിലായെങ്കിൽ അടുത്ത ദിവസം ഞാൻ വീണ്ടും പറഞ്ഞോളാം. ഓക്കെ, നാളെ ഉണ്ടല്ലോ നമുക്ക്, നാളെയും ഉണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടോ ഇതാണല്ലേ, നാളെ വരുമ്പോൾ പറയാന്ന്. നാളെ വരാൻ പറ്റിയില്ല, പക്ഷെ എന്തായാലും വരും. ഓക്കെ, അപ്പൊ ഇനി എന്താ, സമ്മതങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമോ. കുറെ ഓതറൈസേഷൻ, ആധികാരികമായിട്ടുള്ള ചില ഫോമുകള്, ചില സമ്മത പത്രങ്ങള്, അതൊക്കെ ഉണ്ട് അല്ലെ. അതും നമ്മുടെ പേഷ്യന്റിന്റെ റെക്കോർഡുകളായി മാറും. നമുക്കറിയാലോ കുറെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഹോസ്പിറ്റൽസില് പേഷ്യൻസ് വരുമ്പോൾ ആദ്യം തന്നെ, തുടക്കം തന്നെ, ചില ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഹോസ്പിറ്റൽസ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ ചില ഡീറ്റെയിൽസ് ഒക്കെ എൻട്രൻസിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഡോക്ടർ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ അവിടെ അവരുടെ കയ്യിൽ അവിടെ ഉണ്ടായിരിക്കും ആ രജിസ്ട്രേഷൻ പോയിന്റിൽ. പിന്നെ കോപ്പീസ് ഓഫ് കൺസെന്റ് ഓഫ് അഡ്മിഷൻ. നമ്മൾ പേഷ്യന്റിന്റെ രോഗം ഇച്ചിരി കൂടുതലാണ് അല്ലെങ്കിൽ അസുഖം ഇച്ചിരി കൂടുതലുണ്ടല്ലോ, ഒന്ന് അഡ്മിറ്റ് ആവണം അല്ലെ എന്ന് പറയും. അപ്പൊ സമ്മതം ചോദിക്കും. അപ്പൊ സമ്മതം ചിലപ്പോൾ വാക്കാൽ മാത്രം പറഞ്ഞാൽ പോരാ, അത് റിട്ടേൺ കൺസെന്റ് ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം എന്താ, റിട്ടേൺ കൺസെന്റ് ആണ് ഒരു എവിഡൻസ് അല്ലെ, തെളിവ്. രോഗിയോട് കൂടി സമ്മതം ചോദിച്ചിട്ടാണ് കടത്തിയിരിക്കുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ചെന്നപ്പോ കുറച്ച് കൂടുതലാണ്, ഒന്ന് അഡ്മിറ്റ് ആവണം, 2-3 ദിവസമൊക്കെ കെയർ ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് പറ്റില്ല, നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത്. മീൻസ് ഐ ഹാവ് നോട്ട് ഗിവൺ മൈ കൺസെന്റ് ടു അഡ്മിറ്റ്. എന്റെ അഡ്മിഷന് വേണ്ടിയുള്ള കൺസെന്റ് ഞാൻ കൊടുത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം നമ്മള് ക്ലാസ്സിൽ വന്നു. ഫ്രൈഡേ നമ്മള് ക്ലാസ്സിൽ വന്നു. വെനസ്ഡേയും തേഴ്സ്ഡേയും ആണ് ഞാൻ വരാതിരുന്നത്. ഓക്കെ, അപ്പൊ കൺസെന്റ് ചില സാഹചര്യങ്ങളിൽ പേഷ്യൻസിന്റെ അത്യാവശ്യമാണ്. അപ്പൊ കൺസെന്റ് ഫോർ അഡ്മിഷൻ ഉണ്ടാവാം, കൺസെന്റ് ഫോർ ട്രീറ്റ്മെന്റ്. ഇന്ന അസുഖമാണ്, പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അതിന് സമ്മതമാണോ, അതിന് പിന്നെ സർജറി സമയത്ത്, പിന്നെ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചതാണ്. നമ്മളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചിലപ്പോ മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ വഴിയെ പോകുന്നവർക്കല്ല, ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മളുടെ കെയറിങ്ങിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആ ഒരു ഇൻഫർമേഷൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം. അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ സമ്മതം തന്നെ ചോദിക്കണം. ഇന്ന ഒരു കാര്യത്തിന് കൊടുത്തോട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇതെല്ലാം തന്നെ, ഇത്തരം കൺസെന്റ് ഫോംസ് എല്ലാം തന്നെ എന്താണ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ ഒരു ഭാഗമാകുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ബിക്കംസ് ദ ലീഗൽ ഡോക്യുമെന്റ്. അതും
ഒരു നിയമാനുസൃതമായ ഡോക്യുമെന്റ് ആയിട്ട് മാറുന്നുണ്ട്. കാരണം ഈ പറയുന്ന പ്രാക്ടീഷണേഴ്സ്, ഫിസിഷ്യൻസ്, those who are treating the patient should obtain such a consent. ഈ എന്ത് രോഗത്തിനോ അല്ലെങ്കിൽ എന്ത് സർജറിക്കോ ഒക്കെ വേണമെങ്കിലും ഈ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ആരാണോ രോഗിയെ നോക്കുന്നത് അവര് ആ ഒരു കൺസെന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയോ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എടുക്കണം, വാങ്ങിക്കണം പേഷ്യന്റിന്റെ എന്ന്. പേഷ്യന്റ് കൺസെന്റ് അറിയിക്കുന്നത് ഒരു സിഗ്നേച്ചറിലൂടെയാണ്, സമ്മതമാണ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിന് എന്താ പറയാ നമ്മളുടെ സൈൻ ചെയ്തിട്ടാണ് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺസെന്റ് നമ്മൾ അറിയിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഫോമുകൾ, നമുക്ക് അതിന്റെ ആധികാരികമായ ഫോമുകൾ, ഈ സമ്മതം വാങ്ങിക്കാനായിട്ടെ സമ്മതപത്രം ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഞാൻ എന്റെ പേര് ഇന്നത് ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആള്, ഞാൻ ഇന്ന ഒരു സർജറിക്ക് എന്റെ പൂർണ്ണമായ സമ്മതം അറിയിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീട്ടിപ്പിടിച്ചൊന്നും ചെയ്യുന്നതല്ല. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫോംസ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാകുള്ളൂ, സൈനും ഇടാനുണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ ബിഫോർ പ്രൊവൈഡിങ് സച്ച് കെയർ ഓർ സച്ച് ട്രീറ്റ്മെന്റ്സ്, ആ ഒരു സമയത്ത് നമ്മൾ പേഷ്യൻസിന്റെ സമ്മതം, ഇൻവോൾവ്മെന്റ് വളരെയധികം അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതാണ് കൺസെന്റ് ആൻഡ് ഓതറൈസേഷൻ ഫോംസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ആൻഡ് അതിനകത്ത് അടയാളപ്പെടുത്തുക കോപ്പീസ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം തുടങ്ങി യൂസ്ഡ് ആസ് ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വരെ അണ്ടർലൈൻ ചെയ്യാം. ചെയ്തു. പിന്നെ പേഷ്യൻസ് മസ്റ്റ് സൈൻ ഇൻഫോംഡ് കൺസെന്റ് ഡോക്യുമെന്റ്സ് ബിഫോർ ട്രീറ്റ്മെന്റ്. ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് പേഷ്യൻസ് അവരുടെ സമ്മതം എന്താണ് സിഗ്നേച്ചറിലൂടെ അറിയിക്കണം എന്നുള്ളത് ആ സെന്റൻസ് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ സെന്റൻസ് ഫോംസ് ഓതറൈസിങ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മളുടെ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനൊക്കെ മുമ്പ് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് അതിന്റെ എന്താ പറയാ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അല്ലെ, ഒരു പ്രസ്തുത ഫോമാറ്റ് ഉണ്ട്, ആ ഫോമിൽ തന്നെ സൈൻ ചെയ്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട്, അവരുടെ കൺസെന്റ് വാങ്ങിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിർത്താം. ഇന്ന് നമ്മള് സാധാരണയിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ ഭാഗം എടുത്തു, ബിക്കോസ് ഒരു എളുപ്പമുള്ള ഭാഗമായതുകൊണ്ട്. നമ്മൾ സാധാരണ എത്ര എടുക്കാറില്ല, മാക്സിമം 2 പേജൊക്കെ എടുക്കാറുള്ളൂ. ഇപ്പൊ 2 പേജിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്ന് പഠിപ്പിച്ചത് മുഴുവനും 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ പക്കയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ. സോ സി യു ടുമോറോ. നാളെ കാണാം. ബൈ. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ. യെസ്.